ഇടവേളയ്ക്ക് ശേഷം ഗസ മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നു. ദോഹയിൽ ഹമാസ് നേതൃത്വവുമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി കൂടിക്കാഴ്ച നടത്തി. ഡോക്ടർ ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള ഹമാസ് പ്രതിനിധികളുമായാണ് ഖത്തർ പ്രധാനമന്ത്രി ചർച്ച നടത്തിയത്. മധ്യസ്ഥ ചർച്ചകളുടെ നിലവിലെ സ്ഥിതിയും ഗസയിൽ വെടിനിർത്തലിനും ബന്ദി കൈമാറ്റത്തിനുമായുള്ള വഴികളും ചർച്ചയായി. മധ്യസ്ഥ ചർച്ചകളുടെ ഭാഗമായി കഴിഞ്ഞ ആഴ്ച ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പ്രതിനിധികൾ ദോഹയിലുണ്ടായിരുന്നു. 14 മാസം പിന്നിടുന്ന യുദ്ധം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ സാധ്യമാക്കുന്നതും സംബന്ധിച്ച് ഹമാസ് നേതാക്കളും ഖത്തർ പ്രധാനമന്ത്രിയും ചർച്ച ചെയ്തു. CIA ഡയറക്ടർ വില്യം ബേൺസ് ഉൾപ്പെടെയുള്ളവരും ഇസ്രായേൽ സംഘത്തിൽ ഉണ്ടായിരുന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മധ്യസ്ഥതയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇസ്രായേൽ സർക്കാരിനെ ധരിപ്പിക്കാനാണ് സംഘം മടങ്ങിയത്. 96 ബന്ദികൾ നിലവിൽ ഹമാസിന്റെ തടവിലുണ്ടെന്നാണ് ഇസ്രായേലിന്റെ കണക്ക്. ഇതിൽ 34 പേർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഓഗസ്റ്റിൽ ദോഹയിലും കെയ്റോയിലുമായി നടന്ന ചർച്ചകൾ ലക്ഷ്യം കാണാതായതോടെ ഒക്ടോബർ അവസാന വാരത്തിൽ മധ്യസ്ഥ ശ്രമങ്ങൾ താൽക്കാലികമായി അവസാനിപ്പിച്ചതായി ഖത്തർ വ്യക്തമാക്കിയിരുന്നു. യുദ്ധം അവസാനിപ്പിക്കാൻ ഇരുവിഭാഗത്തിന്റെയും ഗൗരവപൂർണമായ ഇടപെടലുകൾ ഉണ്ടായാൽ ചർച്ച പുനരാരംഭിക്കാൻ സന്നദ്ധമാണെന്ന് അറിയിച്ചാണ് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം താൽക്കാലികമായി അന്ന് പിൻവാങ്ങിയത്. എന്നാൽ അമേരിക്കയുടെ കൂടെ ഇടപെടൽ മധ്യസ്ഥ ചർച്ചകളെ വീണ്ടും സജീവമാക്കുകയാണ്. ബന്ദികളുടെ മോചനത്തിന് ബദലായി ഗസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ പൂർണ്ണ പിന്മാറ്റവും ശാശ്വത വെടിനിർത്തലുമായിരുന്നു ഹമാസ് നേരത്തെ മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഒരിടവേളയ്ക്ക് ശേഷം ഗസയിലെ വെടിനിർത്തലിനായുള്ള മധ്യസ്ഥ ചർച്ചകൾ വീണ്ടും സജീവമാകുന്നതാണ് ഹമാസ് സംഘത്തിന്റെ ദോഹ സന്ദർശനവും കൂടിക്കാഴ്ചയും. വെടിനിർത്തൽ ചർച്ച പുനരാരംഭിച്ചതായി ഡിസംബർ ആദ്യവാരത്തിൽ ഹമാസ് പൊളിറ്റിക്കൽ ബ്യൂറോ ഉദ്യോഗസ്ഥനായ ഇസാം നെയ്ം ഇസ്താംബൂളിൽ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു. അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മധ്യസ്ഥ ശ്രമങ്ങൾ വീണ്ടും സജീവമാകുന്നതായി ഈ മാസം ആദ്യം നടന്ന ദോഹ ഫോറത്തിനിടെ ഖത്തർ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. നിയുക്ത US പ്രസിഡന്റിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധിയുടെ നേതൃത്വത്തിൽ നിർണായക ഇടപെടലുകളും ഇതിനകം നടന്നിട്ടുണ്ട്. അതിനിടയിലാണ് വടക്കൻ ഗസയിൽ പ്രവർത്തനക്ഷമമായിരുന്ന അവസാനത്തെ ആശുപത്രികളിലൊന്നായ കമാൽ അദ്വാനിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം കൊടും ക്രൂരതകൾ നടത്തിയത്. ഹമാസ് പോരാളികൾ കമാൽ അദ്വാൻ ആശുപത്രി കേന്ദ്രമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരോപിച്ചുകൂടിയാണ് സൈന്യത്തിന്റെ നടപടി. ഇസ്രായേൽ സൈന്യം 12 മണിക്കൂറിലധികമാണ് തണുപ്പത്ത് ആശുപത്രിയിലുള്ളവരെ നഗ്നരാക്കി നിർത്തിയത്. മുറിവേറ്റ രോഗികളെ ഉൾപ്പെടെ സൈന്യം മർദ്ദിച്ചു. പരിശോധനയ്ക്കായി ശിരോവസ്ത്രം അഴിക്കാൻ വിസമ്മതിച്ച സ്ത്രീകളുടെ മുഖത്തടിച്ചു. ടോയ്ലറ്റിൽ പോകാൻ പോലും ആരെയും അനുവദിച്ചില്ല. ബോംബാക്രമണത്തെ തുടർന്നുണ്ടായ തീ രോഗികൾ കഴിഞ്ഞിരുന്ന വാർഡിലേക്കും ഓപ്പറേഷൻ റൂമിലേക്കും ലബോറട്ടറിയിലേക്കും എല്ലാം പടർന്നതോടെ നിരവധി ജീവനക്കാരാണ് പൊള്ളലേറ്റ് മരിച്ചതും. ഇസ്രായേൽ ക്രൂരതയ്ക്കെതിരെ ലോകവ്യാപക പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. ഇസ്രായേൽ ഭീകരത അവസാനിപ്പിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന ആവശ്യപ്പെട്ടിരുന്നു. ആശുപത്രികൾ തകർക്കുന്ന ഇസ്രായേൽ 10,000-കണക്കിന് ഫലസ്തീനികളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുകയാണെന്ന് പ്രസ്താവനയിൽ WHO അറിയിച്ചത്. വടക്കൻ ഗസയെ പൂർണ്ണമായി പിടിച്ചെടുക്കാനുള്ള ഇസ്രായേൽ നടപടിയുടെ ഭാഗമായിട്ട് കൂടിയാണ് കമാൽ അദ്വാൻ ആശുപത്രി ഇസ്രായേൽ തകർക്കുന്നത്. ഇതുവരെ 45,400ഓളം പേരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത്. ഇതിൽ ഭൂരിഭാഗവും കുട്ടികളും സ്ത്രീകളുമാണ്. ഭക്ഷണം, വെള്ളം, മരുന്ന് എന്നിവയടക്കം അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ 20 ലക്ഷത്തോളം ജനം കൊടും ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതുകൂടാതെ അതിശൈത്യവും അവരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ്.